നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് രാജ്യാന്തര സർവീസുകൾക്ക് അനുമതി നൽകിയെങ്കിലും ഇന്ത്യ ഉൾപ്പെടെ 30-ൽ പരം രാജ്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. എന്നാൽ സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 25 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദിയിലേക്ക് മടങ്ങി വരാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സൗദി എയർലൈൻസ് അറിയിച്ചു. എന്നാൽ ആദ്യ പട്ടികയിൽ ഇന്ത്യയില്ല. ഇന്ത്യയെ ഉൾപ്പെടുത്താതെ 25 രാജ്യങ്ങളുടെ പട്ടികയാണ് സൗദി എയർലൈൻസ് പുറത്തുവിട്ടിരിക്കുന്നത്. സൗദിയിലേക്ക് മടങ്ങുന്നവർക്ക് 7 നിബന്ധനകൾ പാലിക്കണമെന്നാണ് സൗദി എയർലൈൻസ് അറിയിച്ചത്. സിവിൽ ഏവിയേഷൻ അതോറിറ്റി നേരത്തെ പ്രസിദ്ധീകരിച്ച അതേ നിബന്ധനകൾ തന്നെയാണ് ഇതും. ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ സൗദി വിമാന കമ്പനി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ഒരു പ്രത്യേക ഫോം പൂരിപ്പിച്ച് വിമാനത്താവളത്തിൽ നൽകണം. ആരോഗ്യ പ്രവർത്തകർ 3 ദിവസം അല്ലാത്തവർ 7 ദിവസവും ക്വാറന്റൈനിൽ കഴിയണം. ക്വാറന്റൈൻ പൂർത്തിയാക്കിയാൽ PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് റിസൾട്ട് ആണെന്ന് ഉറപ്പുവരുത്തണം. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയും വേണം. സൗദിയിലെത്തി 8 മണിക്കൂറിനുള്ളിൽ യാത്രക്കാർ താമസിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും യാത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നമ്പറിലേക്ക് വിളിക്കുകയോ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ പോവുകയോ ചെയ്യണം. യാത്രക്കാർ ദിവസവും ആപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആരോഗ്യ പരിശോധന നടത്തിയിരിക്കണം. ക്വാറന്റൈൻ സമയം എല്ലാ സുരക്ഷാ മുൻകരുതലുകളും പാലിച്ചിരിക്കണം. UAE, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ, ഈജിപ്ത്, ലബനാൻ, തുനീഷ്യ, മൊറോക്കോ, ചൈന തുടങ്ങി 25 രാജ്യങ്ങളിൽ നിന്നും സൗദിയിൽ എത്തുന്നവർക്കുള്ള ഉപാധികളാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കോവിഡ് കേസുകളിൽ ലോകത്ത് 3-ാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾ എന്നു തുടങ്ങുമെന്നതിൽ വ്യക്തതയുമില്ല. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.